ഇപ്പൊ ഞാൻ നിങ്ങൾക്കിത് പറയാൻ പോകുന്നത് 3 കീവേഡുകളാണ്. ഒന്ന് സ്റ്റാറ്റിക്, 2 ഫൈനല്, 3 എന്ന് പറയുന്ന അബ്സ്ട്രാക്ട്. നിങ്ങൾ സ്റ്റാറ്റിക് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഈ സ്റ്റാറ്റിക്, ഫൈനല്, അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞ എവിടെയും കേട്ടിട്ടുണ്ടോ? ഓക്കെ, പ്രോഗ്രാമിൽ സി പ്രോഗ്രാം പഠിച്ചപ്പോ കേട്ടിട്ടുണ്ടോ അത്? എന്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക്, നമ്മൾ ഈ സ്റ്റാറ്റിക് വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. പബ്ലിക് ക്ലാസ് സ്റ്റാറ്റിക് ചെക്ക് എന്നും പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ക്ലാസ് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയോ, ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, ഈ ക്ലാസ്സിന് അതിനെ ആക്സസ് ചെയ്യാൻ പബ്ലിക് ആയിട്ട് കൊടുത്തിട്ട് ക്ലാസ് നെയിം സ്റ്റാറ്റിക് ചെക്ക് STATICCHK എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നേ. ഓക്കെ, ഇനിയിപ്പോ ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ കൊടുക്കാം, ഒരു പുതിയൊരു ഫയൽ കൊടുക്കാം. ഓക്കെ, ക്ലാസ് StatCHK ഈ ഒരു ഫയൽ ഞാൻ ഒരു ക്ലാസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കട്ടെ നിങ്ങള്. ഓക്കെ, ദെൻ നമ്മുടെ പേര് കൊടുക്കുമ്പോൾ ഇതേ പേരിൽ തന്നെ സേവ് ചെയ്യും. ക്ലാസ് മെയിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ ക്ലാസ്സിൽ തന്നെ നമ്മൾ സേവ് ചെയ്യാൻ നോക്കണം കേട്ടോ. .java പബ്ലിക് ക്ലാസ് സ്റ്റാർട്ട് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് 2 മെമ്പർ വേരിയബിൾ ആഡ് ചെയ്യണം. ഒരു വേരിയബിൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇന്റ് കൗണ്ട് 1, പ്രൈവറ്റ് ഇന്റ് കൗണ്ട് 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വേരിയബിൾ കൊടുത്തു. അടുത്ത വേരിയബിൾ പ്രൈവറ്റ് സ്റ്റാറ്റിക് ഇന്റ് കൗണ്ട് 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ പർട്ടിക്കുലർ ക്ലാസ്സിൽ ഞാനൊരു കൺസ്ട്രക്ടർ എഴുതുക. അപ്പൊ എന്താണ് കൺസ്ട്രക്ടർ നിങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ. എന്താണ് കൺസ്ട്രക്ടർ? ക്ലാസ് നെയിമിന്റെ അതേ നെയിമിൽ തന്നെയുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഈ കൺസ്ട്രക്ടറിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ കൗണ്ട് 1ന്റെ വാല്യൂ എന്താണ്, ഇതിനകത്ത് കാണുന്നില്ലല്ലോ, റോസ് റിക്വസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. മോളെ ഒന്ന് ആ ലിങ്ക് ഒന്ന് ചെയ്ത് പറഞ്ഞു. ഓക്കെ, ഇനി ആരെങ്കിലും പറഞ്ഞോ. കൗണ്ട് പ്ലസ് പ്ലസ്, ഈ പ്ലസ് പ്ലസ് നിങ്ങൾക്ക് എന്താ യൂസ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ദെൻ കൗണ്ട് 2 പ്ലസ് പ്ലസ്, ഈ 2 വേരിയബിൾ ഞാൻ ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് പബ്ലിക് ഒരു ഈ കൗണ്ടിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഞാനൊരു ഫംഗ്ഷൻ എഴുതി, ഗെറ്റ് കൗണ്ട് 1. ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് കൗണ്ട് 1ന്റെ വാല്യൂ റിട്ടേൺ ചെയ്യും. സോ അടുത്തൊരു ഫംഗ്ഷൻ അതുപോലെ തന്നെ കൗണ്ട് 2ന്റെ വാല്യൂ കിട്ടാനായിട്ട്
ഇപ്പൊ ഞാനിവിടെ എഴുതുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ഫംഗ്ഷനും ഞാൻ ക്ലാസ് ഒക്കെ ഞാൻ എഴുതുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ഇതുണ്ട്, ഞാനിപ്പോ ഗെറ്റ് കൗണ്ട് എന്ന് എഴുതുന്നുണ്ടോ, ഫസ്റ്റത്തെ സ്മോൾ ലെറ്റർ ആയിരിക്കും, പിന്നെ ഇടയ്ക്കൊരു ക്യാപിറ്റൽ ആയിരിക്കും. ഈ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് നമ്മൾ ക്യാമൽ കേസിംഗ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, അത് അറിയാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. ഇനി റിട്ടേൺ കൗണ്ട് ടു, ഈ രണ്ട് ഫംഗ്ഷനും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒന്ന് പ്രൈവറ്റ് ഇൻറ്റ് കൗണ്ട് 1 എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, പ്രൈവറ്റ് സ്റ്റാറ്റിക് ഇൻറ്റ് കൗണ്ട് 2 എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഈ രണ്ട് വേരിയബിളും ഇൻഡിജർ ആണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഈ കൗണ്ട് 2 വ്യത്യാസമുണ്ട്, സ്റ്റാറ്റിക് എന്നാണ് കൊടുത്തേക്കുന്നത്. സോ എന്താണ് ഈ സ്റ്റാറ്റിക്, എന്തിനാണ് ഈ സ്റ്റാറ്റിക് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിനുവേണ്ടി തന്നെ ബാക്കിയത്തെ പ്രോഗ്രാം എടുത്തു. ഞാൻ ഈ ഫംഗ്ഷന്റെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു പുതിയൊരു ക്ലാസ് എഴുതുകയാണ്. ക്ലാസ് സ്റ്റാറ്റ് ചെക്കിങ് എന്ന പേരിലൊരു ക്ലാസ് എഴുതുകയാണ്. സോ ഈ ക്ലാസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ക്ലാസ് എന്താ ചെയ്യണമെന്ന് വെച്ചാല്, ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ലേ സ്റ്റാറ്റ് ചെക്ക് എന്ന് പറഞ്ഞിട്ട്, ഈ സ്റ്റാറ്റ് ചെക്കിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. T1 ഈക്വൽ ടു ന്യൂ സ്റ്റാറ്റ്. ഓക്കെ, അതിന്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്തു. ദെൻ ഞാൻ ഇതേ ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്യാം. സ്റ്റാറ്റ് ചെക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ക്ലാസ്, ഈ പർട്ടിക്കുലർ ക്ലാസിന്റെ ഞാൻ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോളാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഡൗട്ട് ഉണ്ടോ ഇത്രയും? ജെൻസ് കുഴപ്പമില്ലല്ലോ, അറിയാം, മനസ്സിലായല്ലോ? ഇത്രയും ഈ ക്ലാസ് എടുത്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ ഇതിന്റെ 3 വേരിയബിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് എഴുതിയിട്ടുണ്ട്. ദെൻ ഈ കോഡ് എഴുതുമ്പോൾ ഞാൻ വേറെ കാര്യം ശ്രദ്ധിക്കാണ്ട് പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ എഴുതുമ്പോൾ ഇതിന്റെ മെയിൻ ഫംഗ്ഷന്റെ അകത്താണ് എഴുതേണ്ടത് കേട്ടോ. നമ്മൾ ഏത് ഫംഗ്ഷനാണോ മെയിൻ ആയിട്ട് വിളിക്കേണ്ടത് അതാണ് നമ്മൾ മെയിൻ ഫംഗ്ഷനായിട്ട് എഴുതേണ്ടത്. ദെൻ ഞാൻ ഇവിടെ ഒരു ഗെറ്റ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഗെറ്റ് കൗണ്ട് 1 അതുപോലെ നെയിമിലുണ്ടായിരുന്നു. ഗെറ്റ് കൗണ്ട് 2 എന്നും പറഞ്ഞിട്ട് ഗെറ്റ് കൗണ്ട് 2 എന്നും പറഞ്ഞിട്ട് 2 ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം വേണം മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും വേണം.
കഴിഞ്ഞ ദിവസം ഷാര ചോദിച്ചിരുന്നു ഈ ഡബിൾ ബ്രാക്കറ്റ് ഇവിടെ ഇടണോ അതോ ഇവിടെ ഇടണോ എന്ന് ചോദിച്ചായിരുന്നു. ഈ രണ്ട് രീതി ഇട്ടാലും തെറ്റൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലേ? ഓക്കെ. ദെൻ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് T3 എന്ന ഒബ്ജക്റ്റിന്റെ ഗെറ്റ് കൗണ്ട് 1 വിളിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഗെറ്റ് കൗണ്ട് 1 വിളിക്കുകയാണ്. ഇത് കൗണ്ട് 2. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കൗണ്ട് 2 ആണ്. T3 കൗണ്ട് 2 ആണ് വിളിച്ചേക്കുന്നത്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനില് ശിഖാമോൾ കേൾക്കുന്നുണ്ടോ? ശിഖ, അലീന, ഓക്കെ. ഞാൻ ഇത് കേൾക്കുന്നെങ്കിൽ ഞാൻ ഈ ലാസ്റ്റ് കോഡ് എഴുതിയിട്ടില്ലേ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ വാല്യൂ ഓഫ് കൗണ്ട് 1 T3 ഡോട്ട് ഗെറ്റ് കൗണ്ട് 1 എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? ഇതിന് ഫംഗ്ഷൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഓരോ പ്രാവശ്യം ഇതിന്റെ കൺസ്ട്രക്ടർ വിളിക്കുമ്പോഴും ഇതിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാണ്ട് കോഡ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് ഇനീഷ്യലി കൗണ്ട് 1 കൗണ്ട് 2 0 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റിജർ ഡിക്ലെയർ ചെയ്താൽ ഡിഫോൾട്ട് ആയിട്ട് 0 ആയിരിക്കും. അപ്പൊ ഈ കൗണ്ട് 1ന്റെയും ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. വാല്യൂ ഓഫ് കൗണ്ട് 1 എന്തായിരിക്കും? 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. 1. അപ്പൊ രണ്ട് വാല്യൂ കൗണ്ട് 1ഉം കൗണ്ട് 2ഉം എന്തായിരിക്കും? 1. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്കിത് 3 ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്. ഈ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാതെ പോകുന്നത് എന്താണെന്നൊക്കെ നോക്കാം. Java space static.java കമ്പൈൽ ചെയ്തു, എറർ ഒന്നുമില്ല. ഇത് ഞാൻ റൺ ചെയ്യാൻ പോവുകയാണ്. ഇത് വാല്യൂ ഓഫ് കൗണ്ട് 1 11 അല്ല. അത് ഇവിടെ ഞാനൊരു ഹൈഫൺ ഇട്ടേക്കാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല നമുക്ക് എന്താ സംഭവിച്ചാണ്. ഞാൻ ഒന്നിനും കമ്പൈൽ ചെയ്യാണ്, ദെൻ റൺ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, വാല്യൂ ഓഫ് കൗണ്ട് 1 എന്നുള്ളത് 1 ആയിട്ടും വാല്യൂ ഓഫ് കൗണ്ട് 2 എന്നുള്ളത് 3 ആയിട്ടും വന്നു. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിളിക്കുന്നത് മൂന്നാമത്തെ ഒബ്ജക്റ്റിന്റെ കൗണ്ട് 1 ആണ് വിളിക്കുന്നത്. ഓക്കെ, കൗണ്ട് 1 കൗണ്ട് 2 ആണ് വിളിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ആകെ കൂടിയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാറ്റിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ മെമ്പറിനും ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യും, അതിന്റെ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. പക്ഷെ സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിന് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവത്തുള്ളൂ. സ്റ്റാറ്റിക് വേരിയബിളില് ഒരു ക്ലാസ്സിന് ഒരു മെമ്പർ ലൊക്കേഷൻ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ,
അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ ഓരോ പ്രാവശ്യം നമ്മൾ ഇത് വിളിക്കുമ്പോഴും സ്റ്റാറ്റിക് വിളിക്കുമ്പോഴും ഈ ഒരു പുതിയ കൺസ്ട്രക്ടർ വിളിക്കുമ്പോഴും ആ പറയുന്ന ഈ കൗണ്ട് ടു, അതായത് കൗണ്ട് ടു എന്ന് പറയുന്ന ഈ വേരിയബിള് സ്റ്റാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്ത കാരണം അതിന്റെ വാല്യൂലായിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ മെമ്പർ ലൊക്കേഷൻ ആയിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുന്നത്. പക്ഷെ ഈ കൗണ്ട് 1 എന്നുള്ളത് സാധാ മെമ്പർ വേരിയബിൾ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ക്ലാസ്സിന് ഇൻഡിവിജ്വൽ ലൊക്കേഷൻ ആയിരിക്കും കിട്ടുക. ഇൻഡിവിജ്വൽ ക്ലാസ്സിന് ഇൻഡിവിജ്വൽ ലൊക്കേഷൻ ആയിരിക്കും കൗണ്ട് 1-ന്. ഈ കൗണ്ട് 2-ന് എല്ലാ ഒബ്ജക്റ്റിനും ഒരു കോമൺ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ആസിഫ്? എൻജോയ് അത് ഓക്കെ എൻജോയ് ചോദിച്ചു, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ആസിഫ് കേട്ടോളൂ. നമ്മളിവിടെ ഈ ക്ലാസ്, ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്തപ്പോ ഇതിന്റെ 2 വേരിയബിൾ നമ്മൾ എടുത്തു. ആ 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ രണ്ടും ഇൻഡിജർ വേരിയബിൾ ആണ്. ഈ കൗണ്ട് 1ഉം കൗണ്ട് 2 എന്ന് പറയുന്നത് ഇൻഡിജർ വേരിയബിൾ ആണ്. പക്ഷെ നമ്മളൊരു എക്സ്ട്രാ ഒരു ഫീച്ചർ ആയിട്ട് സ്റ്റാറ്റിക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മാത്രമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ കൺസ്ട്രക്ടറിനകത്ത് ഈ 2 വേരിയബിളും ഇൻക്രിമെന്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. ദെൻ ഇത് രണ്ടും നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള കോഡ് ഗെറ്റ് കോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ കോഡ് ചെയ്തിട്ടുള്ളൂ. വേറെ ഈ 2 വേരിയബിളിലും യാതൊരു ഡിഫറൻസ് ഇല്ല. ആകെ ഡിഫറൻസ് എന്താണ്? സ്റ്റാറ്റിക് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഡിഫറൻസ്. ഓക്കെ, ഈ സ്റ്റാറ്റിക്, ഇനി ഇവിടെ ഞാനൊരു മെയിൻ ഫംഗ്ഷൻ, വേറൊരു ഫംഗ്ഷൻ എഴുതി. ഈ ഫംഗ്ഷനിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാറ്റ് ചെക്ക് T1 ഈക്വൽ ടു ന്യൂ സ്റ്റാറ്റ് ചെക്ക് എന്ന് വിളിച്ചു. സ്റ്റാറ്റ് ചെക്ക് എന്ന് പറയുന്നത് ഈ ക്ലാസിന്റെ പേരാണ്. ഈ ക്ലാസിന്റെ കൺസ്ട്രക്ടർ ആണ് ഞാൻ ഇവിടെ കോൾ ചെയ്തേക്കുന്നത്. ഈ T1 ഈക്വൽ ടു ന്യൂ സ്റ്റാറ്റ് ചെക്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ലൈൻ 1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ T1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. T1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുമ്പോൾ കൗണ്ട് 1-നും കൗണ്ട് 2-നും മെമ്മറി അലോക്കേറ്റ് ചെയ്യും. കൗണ്ട് 1-നും കൗണ്ട് 2-നും മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഈ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. പറയും ഒബ്ജക്റ്റിന് വാല്യൂ കൊടുത്തിട്ടോ? ഏത് ഇത് നമ്മൾ കൊടുത്തേക്കണ ഇനിഷ്യലൈസ് ചെയ്തേക്കണല്ലേ? കണ്ടോ, T1 എന്നുള്ളത് കൊടുത്തേക്കുന്നത്. അത് T1 എന്നുള്ളത് ഒരു ക്ലാസ് ആണ്, T1 വേരിയബിൾ അല്ല. പറഞ്ഞു ഒബ്ജക്റ്റിന് വാല്യൂ കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. T1 ഒബ്ജക്റ്റ് ആണ്, നമുക്ക് ഒബ്ജക്റ്റിന് വാല്യൂ കൊടുക്കാൻ പറ്റുമോ? T1 എന്ന് പറയുന്നത് ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്. ഈ സ്റ്റാറ്റ് ചെക്ക് എന്ന് പറഞ്ഞ ഈ ക്ലാസ് കണ്ടോ, ഈ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് T1 എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒബ്ജക്റ്റിന്റെ കൺസെപ്റ്റ് ഇതിന് മനസ്സിലായിട്ടില്ല ഒരു വീട്ടും? ഓക്കെ, പറഞ്ഞേക്കൂ. ഇതിപ്പോ ഞാനൊരു സാധാ നോർമൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ക്ലാസ് എ, ക്ലാസ് എ വേണ്ട, ക്ലാസ് XYZ.
count T1 okay T1 dot count 1 എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ എന്നാ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ ചോദ്യോ ഇവിടെ ഞാൻ 0 കൊടുത്തു. ഓക്കെ 0 വേണ്ട, നമുക്കൊരു 5 കൊടുക്കാം. കൗണ്ട് 2ന്റെ വാല്യൂ നമുക്ക് 5 കൊടുക്കാം. ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതായത് ഫസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്ത എന്താണ്, കൗണ്ട് 1ന്റെ വാല്യൂ കൗണ്ട് 2ന്റെ വാല്യൂ 5 ആയിട്ട് കൊടുത്തു. ഓക്കെ ഇനി നോക്കി ഞാൻ ഈ പ്രോഗ്രാം പറഞ്ഞു ശ്രദ്ധിക്കാം. ഈ T1 ഈക്വൽ ടു ന്യൂ സ്റ്റാറ്റ് ചെക്ക് എന്ന് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും, ഈ പർട്ടിക്കുലർ ക്ലാസ്സിന് ഒരു വേരിയബിൾ ഉണ്ടാക്കും, സോറി ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കും. ഈ ഒബ്ജക്റ്റ് ആ T1 ഇവിടെ എന്താണ് T1 ഡോട്ട് കൗണ്ട് 1 ഉണ്ട്, T1 ഡോട്ട് കൗണ്ട് 2 ഉണ്ട്. ഓക്കെ ഇനി എന്തായിരിക്കും T1 ഡോട്ട് കൗണ്ട് 1ന്റെ വാല്യൂ? ശാരദ എന്തായിരിക്കും T1 ഡോട്ട് ഓക്കെ കാരണം ഇത് വിളിക്കുമ്പോ ഈ ഒരു കൺസ്ട്രക്ടർ വിളിക്കുമ്പോ കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ ഈ കൗണ്ടിന്റെ വാല്യൂ 5 ഈ കൗണ്ട് 1ന്റെ വാല്യൂ 6 ആകും, കൗണ്ട് 2ന്റെ വാല്യൂ 6 ആകും അല്ലേ? അത്ര ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ ദെൻ ഈ ലൈൻ 2 എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെ എന്താവും, ലൈൻ 2ല് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, T2 ഡോട്ട് കൗണ്ട് 1 ഉണ്ടാകും, T2 ഡോട്ട് ആ T2നും കൗണ്ട് 1 ഉണ്ട്, T2നും കൗണ്ട് 2 ഉണ്ട്. ഓക്കെ ഈ പർട്ടിക്കുലർ കേസിൽ ഈ T2 ഡോട്ട് കൗണ്ട് 1ന്റെ വാല്യൂ എന്തായിരിക്കും? 5 ഒരു കാരണം നമ്മളിത് കൺസ്ട്രക്ടർ വിളിക്കുമ്പോൾ ഇത് ഇൻക്രിമെന്റ് ചെയ്യും, 5 6 ആകും. പക്ഷെ കൗണ്ട് 2 നമുക്കത് ആ ഒരു അവിടെ കേസ് അവിടെ കിടന്നോട്ടെ, ആ കൗണ്ട് 2 ഞാൻ പറഞ്ഞുതരാം. ദെൻ അടുത്ത ലൈനിൽ ഞാൻ T3 ക്രിയേറ്റ് ചെയ്യും. അപ്പൊ T3 ഡോട്ട് കൗണ്ട് 1 ഉണ്ട്. ഇത് പിടിക്കുമ്പോഴും എന്താ സംഭവിക്കണേ, T3 എന്നൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ഒബ്ജക്റ്റിന്റെ കൗണ്ട് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യും. നിങ്ങൾ നോക്കുക, ഞാൻ ഒരു എ എന്ന ക്ലാസ് എഴുതിക്കാം, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ ക്ലാസ് എഴുതി. ഓക്കെ അപ്പൊ ഈ ക്യാപിറ്റൽ എ എന്ന ക്ലാസ് ആണ് ഈ പറയുന്ന സ്റ്റാറ്റ് ചെക്ക് എന്ന് വിചാരിച്ചു. ഓക്കെ ആ ക്ലാസ് ഇൻ കോഡിൽ മാത്രമേ ഉള്ളൂ, ആ പർട്ടിക്കുലർ ടൈമിൽ ആ കോഡിൽ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിന്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്തു. ഈ ക്ലാസിന്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്തു. ഈ ക്ലാസിന് കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് A1 ഈക്വൽ ടു ന്യൂ എ ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ മെമ്മറി അലോക്കേറ്റ് ആവും. ദെൻ A2 ഈക്വൽ ടു ന്യൂ എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. ഇങ്ങനെ ഓരോ ഇവിടെയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. ദെൻ അതുപോലെ A3 ഈക്വൽ ടു ന്യൂ എ എന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും മെമ്മറി അലോക്കേറ്റ് ആകും. അപ്പൊ ഈ ഒരു എ എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എയുടെ കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോഴാണ് ആ പർട്ടിക്കുലർ മെമ്മറി, ആ പർട്ടിക്കുലർ ക്ലാസ്സിന് മെമ്മറി അലോക്കേറ്റ് ആകുന്നത്. അതായത് ഈ ന്യൂ എന്ന് പറഞ്ഞ ഈ നമ്മൾ ന്യൂ പറഞ്ഞ ആ ക്ലാസ് നെയിം കൊടുക്കുമ്പോഴാണ് എങ്ങനെയാണ് ഈ മൂന്നിനും ഈ A1 A2 A3 എന്ന 3 ഒബ്ജക്റ്റ് ഉണ്ടാവുന്നത്.
അപ്പൊ അതുപോലെ തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റ് ചെക്ക് എന്ന് പറഞ്ഞ ക്ലാസ് എഴുതി. ആ ക്ലാസ്സിനകത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിന്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്തു. അപ്പൊ കൺസ്ട്രക്ടർ കോൾ ചെയ്തപ്പോ T1, T2, T3 എന്ന് പറഞ്ഞ 3 ഒബ്ജക്റ്റുകൾ ഉണ്ടായി. ഈ 3 ഒബ്ജക്റ്റിന്റെ 2 വേരിയബിൾസ് ആണ്. ഈ 3 ഒബ്ജക്റ്റിനും കൗണ്ട് 1 ഉണ്ട്, കൗണ്ട് 2 ഉണ്ട്. അപ്പൊ 3 എണ്ണത്തിനും വേരിയബിൾസ് ഉണ്ട്, മെമ്പർ വേരിയബിൾസ് ഉണ്ട്. ആ മെമ്പർ വേരിയബിൾസ് ഏതൊക്കെയായിരിക്കും? കൗണ്ട് 1ഉം കൗണ്ട് 2ഉം. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാണ്. ഞാനിപ്പോ എന്താ ഇതിപ്പോ ഞാൻ കമ്പൈൽ ചെയ്യുന്നു, then റൺ ചെയ്യുന്നു. ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ കാണുന്നത് നോക്കിയേ, 6ഉം 8ഉം ആണ് കാണുന്നത്. എന്തുകൊണ്ട് 6ഉം 8ഉം വന്നു? അതായത് കൗണ്ട് 1ന്റെ വാല്യൂ 6ഉം കൗണ്ട് 2ന്റെ വാല്യൂ 8ഉം. ഇവിടെ നോക്കി നിങ്ങൾ T3യുടെ കൗണ്ട് 1ഉം T3യുടെ കൗണ്ട് 2 ആണ് വിളിക്കുന്നത്. പക്ഷെ T3യുടെ കൗണ്ട് 1ന്റെ വാല്യൂ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് എന്താണ്? 6 ആണ് കിട്ടുന്നത്. പക്ഷെ T3യുടെ കൗണ്ട് 2ന്റെ വാല്യൂ എന്താ കിട്ടുന്നത്? നമുക്ക് ഈ 8 ആണ് കിട്ടുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലേ 3 ക്ലാസ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. ഈ ക്ലാസ്സിനകത്ത് ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ഉണ്ടെന്ന് വെച്ചോ. സ്റ്റാറ്റിക് എക്സ് ഉണ്ടെന്ന് വെച്ചോ. അതായത് ഈ ക്ലാസ്സിനകത്തുള്ള ഒരു വേരിയബിൾ ആണ് സ്റ്റാറ്റിക് എക്സ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിലെ വേരിയബിൾ ആണ്, ഈ എ എന്ന ക്ലാസ്സിനകത്തുള്ള വേരിയബിൾ ആണ് സ്റ്റാറ്റിക് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ അത് കൂടാതെ ഈ എയിനകത്ത് വേറൊരു വേരിയബിൾ കൂടി ഉണ്ട്. ആ വേരിയബിൾ ഇന്റ് വൈ ആണെന്ന് വെച്ചു. സ്റ്റാറ്റിക് ഇന്റ് എക്സ് ഉണ്ട്, ഇന്റ് വൈ ഉണ്ട്. ഈ A1 ന്യൂ എ എന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ സ്റ്റാറ്റിക് ഇന്റ് എക്സിന് ഒരു മെമ്മറി അലോക്കേറ്റ് ആവും. സ്റ്റാറ്റിക് ഇൻഡെക്സിന് ഒരു മെമ്മറി അലോക്കേറ്റ് ആവും. ഈ ഇന്റ് വൈ ഇതിന്റെ കൂടെ തന്നെ ഇന്റ് വൈ ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ആവും. ഇനി A2 വിളിക്കുമ്പോഴും എന്താ സംഭവിക്കാന്ന് പറയുന്നത്, ഈ സ്റ്റാറ്റിക് ഇത് പർട്ടിക്കുലർ A2ന്റെ എക്സ് ഇവിടേക്ക് റെഫർ ചെയ്യും. ഇതിനും ഇന്റ് വൈ ഉണ്ടാകും. ഇതിന് വിളിക്കുമ്പോഴും ഇതിനും ഇന്റ് വൈ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ മൂന്നിന്റെയും ഈ പറഞ്ഞ 3 ഒബ്ജക്റ്റിന്റെയും എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ഈ മൂന്നിന്റെയും എക്സ് എന്ന് ഈ മൂന്നിന്റെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു റെഫറൻസിലേക്കായിരിക്കും ഈ 3 ക്ലാസ്സും യൂസ് ചെയ്യുന്നത്. ഈ 3 ക്ലാസ് ഈ ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഒറ്റ പ്രാവശ്യമേ ക്രിയേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാന്ന്? ശാരദ, എൻജോയ് അതിന് ഐഡിയ എങ്ങനെയാന്ന് കിട്ടിയോ? അതായത് ഇതിപ്പോ നമ്മള് 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചു. ഇതിപ്പോ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ, T1, T2, T3. ഇപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങളൊരു ആമസോൺ പോലെയുള്ള ഒരു വലിയൊരു വെബ്സൈറ്റ്, ആമസോണിന്റെ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആമസോണില് നിങ്ങൾ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു കസ്റ്റമർ എന്നൊരു ക്ലാസ് ഉണ്ടെന്ന് വെച്ചോ. ആ കസ്റ്റമർ എന്ന ക്ലാസ്സിൽ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ക്ലാസ്സിലാണ്.
ആ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ കോടിക്കണക്കിന് കസ്റ്റമർ ഉണ്ട്. അപ്പൊ ഈ കോടിക്കണക്കിന് കസ്റ്റമർ ഓരോ പ്രാവശ്യം ക്രിയേറ്റ് ആകുമ്പോൾ, ഓരോ പ്രാവശ്യം ഒരു പുതിയ കസ്റ്റമർ ആഡ് ചെയ്യുമ്പോഴും ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കൗണ്ട് എടുക്കും. ഈ സ്റ്റാറ്റിക് കൗണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അത് ടോട്ടൽ നമ്പർ കിട്ടാൻ വേണ്ടിയായിരിക്കും ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നത്. ദെൻ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഓരോ കസ്റ്റമറിനും ഇൻഡിവിജ്വലി ഉള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നെയിം, ക്രെഡിറ്റ് കാർഡ് നമ്പർ, ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിരിക്കും. ആ ഇൻഡിവിജ്വൽ ആയിരിക്കുന്ന കാരണങ്ങളായിരിക്കും എന്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, സാധാ മെമ്പർ വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് കോമൺ ഒരു കോമൺ കിട്ടുന്ന ഒബ്ജക്റ്റിന്റെ എത്ര എണ്ണം കിട്ടണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്റ്റാറ്റിക് വേരിയബിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. ഇൻഡിജർ നോർമൽ അല്ല, അതായത് ഓരോ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനും യുണീക്ക് ആയിട്ടുള്ളതാണെങ്കിൽ, ഒബ്ജക്റ്റിനും വെവ്വേറെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സാധാ മെമ്പർ വേരിയബിൾ യൂസ് ചെയ്യും. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇത്രയും. താങ്ക് യു. ഇനി അടുത്തൊരു കീവേഡ്, ഞാൻ ആദ്യം പറഞ്ഞത് കീവേഡിലെ രണ്ടാമത്തെ കീവേഡ്, ഇപ്പൊ സ്റ്റാറ്റിക് എന്ന കീവേഡ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ദെൻ അടുത്ത കീവേഡ് ഫൈനൽ ആണ്. എന്താണ് ഈ ഫൈനൽ എന്നുള്ളത്? ഞാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, ക്ലാസ് XYZ എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ ക്ലാസ് ഞാൻ XYZ എന്ന് പറഞ്ഞ് സേവ് ചെയ്തു .java. നിങ്ങൾക്കറിയാം നമുക്കൊരു പ്രൈവറ്റ് നിങ്ങൾ മാത്സ് ഒക്കെ പഠിച്ചത് നിങ്ങൾക്ക് അറിയാം, പൈ എന്ന് പറഞ്ഞ സാധനങ്ങൾ കേട്ടിട്ടില്ലേ? പൈയുടെ വാല്യൂ എന്താണ്? പ്രൈവറ്റ് 3.14. പ്രൈവറ്റ് ഡബിൾ ആയിരിക്കും കൊടുക്കുന്നത്, ഡബിൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ശരിയാകുന്നില്ല. ഡബിൾ പൈ ഈക്വൽ ടു 3.14 അല്ലേ? ഡബിൾ എന്ന് പറയുമ്പോ ഓക്കെ, നമ്മളത് എന്തായാലും എന്ത് കൊടുത്താലും കുഴപ്പമില്ല. ഫ്ലോട്ട് യൂസ് ചെയ്താലും ഡബിൾ യൂസ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, ഫ്ലോട്ട് യൂസ് ചെയ്യാം. ഫ്ലോട്ട് പൈ ഈസിക്കൽ 3.14. ഓക്കെ, ഇനി ഇങ്ങനെ അല്ലാണ്ട് വേറൊരു രീതിയിലും പൈനെ പറയാൻ പറ്റുമല്ലോ. 22/7.0. ഇതും പൈയുടെ വാല്യൂ ആണോ? ഇതും പൈയുടെ വാല്യൂ ആണോ?